ഗോഡ്സ് ഓൺ കൺട്രി, അതെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇന്ത്യ ഒരു SUV-ക്ക് പറ്റിയ നാടെന്നാണ് നമ്മളെല്ലാവരും, ഞാനടക്കം വിശ്വസിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഫോക്സ്വാഗൻ എന്ന വാഹന നിർമ്മാണ കമ്പനി ഒരു സെഡാനെ ഞങ്ങൾക്കിടയിലേക്ക് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട്, പവർ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വാഹനപ്രേമികൾക്കിടയിൽ ഒരു വലിയ സ്ഥാനം വഹിക്കാൻ ഫോക്സ്വാഗൻ ഇറക്കിയ സെഡാന് കഴിഞ്ഞു. പറയുന്നത് വേറൊന്നുമല്ല, ഫോക്സ്വാഗൻ്റെ ദ പവർഫുൾ വെഹിക്കിൾ ഫോക്സ്വാഗൻ വേർട്ടസ്. വേർട്ടസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു SUV നിറഞ്ഞ സെഡാനാണ്. കാരണം SUV-യുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്, SUV-യുടെ ബോഡി ലാംഗ്വേജസ് എന്നിവയാണ് മറ്റു സെഡാനുകളിൽ നിന്നും വേർട്ടസിനെ വളരെയധികം വ്യത്യസ്തമാക്കുന്നത്. വീഡിയോ ഒട്ടും തന്നെ ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഏവർക്കും JRS വ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഫോക്സ്വാഗൻ്റെ ഒരു വലിയ ലോഗോ നമുക്കവിടെ കാണാൻ കഴിയും. ഒരു ബ്ലാക്ക് ഇൻസേർട്ടഡ് തീമിലാണ് വന്നിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു ക്രോം ഫിനിഷിങ് കാണാൻ കഴിയുന്നുണ്ട്. ആ ക്രോം ഫിനിഷ് കാണാൻ അടിപൊളിയാണ്. കാരണം ഈ ക്രോം ഫിനിഷ് ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിലോട്ട് കയറി നിൽക്കുന്നത് അവിടെ നിന്ന് ആ ഒരു DRLൻ്റെ ചുറ്റപ്പെട്ടിട്ട് അവിടെ നിന്ന് വീണ്ടും ആ ഒരു ക്രോം ഇതിന് ചുറ്റും വന്നിരിക്കുകയാണ്. അത് കാണുന്നതിന് പ്രത്യേക ഭംഗിയാണ്. ലോഗോയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഗ്രാൻഡ് ടൂറിസ്മോ GT എന്ന ബാജിങ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ തൊട്ടിപ്പുറത്തൊരു ഹെഡ് ലാംപ്സിൻ്റെ യൂണിറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. ഹെഡ് ലാംപ്സ് ഒരു പ്രൊജക്റ്റഡ് ടൈപ്പിലെ ഹെഡ് ലാംപ്സ് ആണ് ഇതിൽ വരുന്നത്. ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ്. തൊട്ട് താഴത്തൊരു ഡേ ടൈം റണ്ണിങ് ലൈറ്റും വരുന്നുണ്ട്. DRLും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഡേ ടൈം DRL തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സായിട്ടും പ്രവർത്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അതായത് ഈ ഒരു ഭാഗമാണ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം. അതിന് തൊട്ട് താഴെയായിട്ട് വരുമ്പോൾ ബമ്പർ യൂണിറ്റാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ബമ്പർ യൂണിറ്റാണ് വരുന്നത്. കണ്ടില്ലേ, നല്ലൊരു വലിയൊരു ബമ്പർ യൂണിറ്റാണ്. ബമ്പർ യൂണിറ്റ് തൊട്ട് താഴെ ചേർന്ന് തന്നെയാണ് ഫോഗ് ലാമ്പും ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഫോഗ് ലാമ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുന്നത് ഒരു കോർണറിങ് ഫംഗ്ഷനായിട്ടുള്ള ഫോഗ് ലാമ്പായിട്ടാണ് ഈ ഒരു ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ റൈറ്റ് ടേൺ എടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഫോഗ് ലാമ്പ് ഒരു കോർണറിങ് ലൈറ്റായിട്ട് മാറുകയും അങ്ങനെ ഇത് കാരണം ഒരു ബെനിഫിറ്റ് നമുക്ക് ഹൈ റേഞ്ചൊക്കെ ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് നല്ലൊരു ഫീച്ചേഴ്സാണ് താങ്ക്സ് ടു ഫോക്സ്വാഗൻ. അവിടെയും ഒരു ക്രോമിൻ്റെ ഒരു ഫിനിഷിങ് അവിടെയും വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു എയർ ഡാം യൂണിറ്റും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു എയർ ഡാം യൂണിറ്റാണ്. അപ്പോൾ എൻജിനൊക്കെ കൂൾ ചെയ്യാൻ ലോങ് പോകുന്ന സമയത്തൊക്കെ എൻജിൻ ടെമ്പറേച്ചർ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അത്യാവശ്യം വലിയൊരു എയർ ഡാം യൂണിറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ബമ്പർ ഇത് രണ്ടും 2 യൂണിറ്റാണ്. അതായത് ഈ ബ്ലാക്ക് തീം കൊടുത്തേക്കുന്നുണ്ടല്ലോ, പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഇത് നമുക്ക് ഇവിടെ ഒരു നമുക്ക് ഇമ്പാക്റ്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം മാത്രമായിട്ട് മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ ഇവിടെ തൊട്ട് മുകളിലെ പോർഷനിലാണ് ഇമ്പാക്റ്റ് പറ്റുന്നതെങ്കിൽ ആ ഭാഗമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ വാഹനം എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള നമുക്ക് പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. കണ്ടില്ലേ, ആ ഒരു ഫ്രണ്ട് യൂണിറ്റ് കാണാനും ഭയങ്കര ഭംഗിയാണ്. ഞാൻ കുറച്ച് സ്ഥലപരിമിതി ഇവിടെ കുറവാണ്, എന്നാലും ഞാൻ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് പറയുമ്പോൾ ഇത്ര തന്നെയാണ് പറയാനുള്ളത്. തൊട്ട് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു വലിയൊരു ഹുഡ് വരുന്നുണ്ട്. ആ ഹുഡിലൊരു നല്ലൊരു ക്യാരക്ടർ ലൈനും കൊടുത്തിട്ടുണ്ട്. മസിൽ ക്യാരക്ടർ ലൈനാണ് എനിക്ക് തോന്നുന്നത്. അതും കാണാൻ നല്ല ഭംഗിയാണ്, ഒരു എലഗൻസ് തോന്നുന്നുണ്ട്. കണ്ടോ, കാരണം ആ ഹെഡ് ലാംപ്സൊക്കെ നമുക്ക് അകത്ത് ഒരു ബ്ലാക്ക് കളേഴ്സിലാണ് ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതും കാണാൻ തന്നെ ഒരു സ്പോർട്ടി ലുക്ക് വരുന്നുണ്ട്. വാഹനം നല്ലൊരു സ്പോർട്ടി ലുക്കിലാണ് ഫോക്സ്വാഗൻ നമുക്ക് വേർട്ടസ് തന്നിരിക്കുന്നത്. സോ താങ്ക്സ് ടു ഫോക്സ്വാഗൻ ഫോർ ഗിവിങ് അസ് ടു ദിസ്. അത്യാവശ്യം വലുതായിട്ടൊരു വൈഡായിട്ടുള്ള വിൻഷീൽഡാണ് വേർട്ടസിന് കാണാൻ കഴിയുന്നത്. കാരണം നല്ല അടിപൊളിയായിട്ട് നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് വൈപ്പറൊക്കെ നമുക്ക് ടക്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവേഴ്സിൻ്റെ കണ്ണിൽ ഈ വൈപ്പറൊന്നും കാണാൻ കഴിയില്ല. വാഷിംഗ് നോസിലൊക്കെ ഈ ഹുഡിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് വാഷിംഗ് നോസിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ടും ഹുഡിൻ്റെ പുറത്തൊന്നും വയ്ക്കാതെ നല്ല വൃത്തിയായിട്ട് തന്നെ അതും ക്രമീകരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ,
സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള അലോയ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു 16 ഇഞ്ച് അലോയ് വീൽസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്രണ്ട് 2 വീലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ്. ആ ഡിസ്ക് കാലിബറൊക്കെ നമുക്കൊരു റെഡ് തീമിൽ ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്പോട്ട് എവിടെയൊക്കെ നമുക്ക് സ്പോർട്ടീവ്നെസ് കൊണ്ടുവരാൻ പറ്റുമോ അവിടെ എല്ലാം വോക്സ്വാഗൺ നമുക്കൊരു സ്പോർട്ടി ഫീൽ നമുക്ക് തരുന്നുണ്ട്. മാത്രമല്ല ഈ ഡിസ്ക് ബ്രേക്ക് പറയുന്നത് ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, കാരണം ഇതിൽ ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് എന്ന സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ മഴ സമയത്തൊക്കെ പോകുമ്പോൾ വൈപ്പേഴ്സ് ഓൺ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. വൈപ്പേഴ്സ് ഓൺ ആയിരിക്കുമ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ചെറിയ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഹീലിംഗ് ആയിട്ട് പൊക്കോളും. അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ബ്രേക്കിങ് മഴ സമയത്തും കിട്ടും. ആ ഒരു എനിക്ക് എന്തുകൊണ്ട് നല്ലൊരു ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ മാത്രമല്ല എന്നെ ഇതിൽ അതിശയപ്പെടുത്തിയത് ഇത് കണ്ടോ, ഈ ഒരു ചെറിയ നട്ട്സ് പോലെ. ഇത് നട്ട്സ് അല്ല. കാരണം ചില സ്ഥലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വാഹനം നമ്മൾ രാത്രിയൊക്കെ വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്നാണെങ്കിൽ ഈ ടയറൊക്കെ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു സാധനം എടുത്ത് മാറ്റണമെങ്കിൽ നമ്മുടെ യൂസർ മാനുവലിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന് പ്രത്യേകമായിട്ടൊരു കീ ഉണ്ട്. ഇതെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ആ നട്ട്സ് നമുക്ക് ഊരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സേഫ് ആയിരിക്കും. വാഹനം വെളിയിലാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം. അടിപൊളിയല്ലേ? തൊട്ടു മുകളിലായിട്ട് GT എന്ന ബാഡ്ജിങ് കാണാൻ കഴിയും. ഇതൊരു 1.5 ലിറ്റർ വാഹനമാണ്. സോ അതുകൊണ്ട് തന്നെ 1.5 ലിറ്റർ വോക്സ്വാഗൺ GT എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഒട്ടുമിക്ക സ്ഥലത്ത് നമുക്ക് GT എന്ന ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ കഴിയും. ആ GT ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ അകത്ത് അടിപൊളിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അവിടെ നിന്നൊരു ബോഡി ക്യാരക്ടർ ലൈൻസും പോകുന്നുണ്ട്. ഈ ക്യാരക്ടർ ലൈൻ ഇവിടെ നിന്ന് തുടങ്ങിയാൽ പിന്നെ പുറകിൽ നമ്മുടെ ഹെഡ് ലാമ്പ്സിൻ്റെ ആ ഒരു യൂണിറ്റ്സ് വരെയും ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. തൊട്ടുമുള്ളായിട്ട് ബോഡി ഷോൾഡർ ലൈൻസും കാര്യങ്ങളും കാണാം. ഈ ഷോൾഡർ ലൈനും അവിടെ നിന്ന് തുടങ്ങിയാൽ പിന്നെ കറക്റ്റ് ഈ GTയുടെ എവിടെയാണ് തുടങ്ങുന്നത് അവിടെ തന്നെയാണ് ഇതും എൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടുമിക്ക ലൈൻസും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഒരു ഓവർ വീംസും കാണാൻ കഴിയും. ഇതൊരു റെഡ് കളർ വാഹനമാണ്. ഇതൊരു ഡുവൽ ടോൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ വീം ഒരു ബ്ലാക്ക് അല്ല, ഇത് ഒരു ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു കളറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിലൊരു ഇൻഡിക്കേറ്റേഴ്സും ഇൻ്റഗ്രേറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് നല്ലതാണ്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഈ മിറേഴ്സിൻ്റെ അകത്തും ഒരു ചെറിയൊരു ഭാഗം ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അകത്തിരിക്കുമ്പോഴും കാണാം ഇത് വർക്കിംഗ് ആണോ ഇല്ലെന്ന് അകത്തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് നൈസാണ്, അടിപൊളിയായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡോർ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ക്രോം ഉണ്ടെങ്കിലും അനാവശ്യമായിട്ട് വാരി വലിച്ച് ക്രോം കൊടുത്തിട്ടില്ല. കാണാൻ ഭംഗിയായിട്ടും വളരെ പ്രീമിയം ടച്ച് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയ ക്രോംസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. പിന്നെ വരുമ്പോഴത്തേക്കും ബാക്ക് പ്രൊഫൈലും സൈഡ് പ്രൊഫൈൽ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫുൾ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് 4561 mm ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുമ്പോഴത്തേക്ക് 1755 ആണ് ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്തും വരുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1507 വീൽ ബേസ് ആണെങ്കിൽ 2651 ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അത്രയും വീൽ ബേസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലെഗ് റൂം അതേപോലെ തന്നെ ഇത്രയും വിഡ്ത്ത് വരുന്നുണ്ട്. ഷോൾഡർ റൂം എല്ലാം നമുക്ക് കറക്റ്റായിട്ട് അടിപൊളിയായിരിക്കും. നല്ല കംഫർട്ടായിട്ട് ദൂരയാത്ര ആയാലും ചെറിയ യാത്ര നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് വളരെയധികം കംഫർട്ടായിട്ട് ഇതിനകത്ത് യാത്ര ചെയ്യാവുന്നതാണ് വിട്ടസിനെ മറ്റു വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും വിട്ടസ് എടുക്കുന്നവർക്ക്. കാരണം ഇത്രയും ഫീച്ചേഴ്സിൽ ഈ ഒരു സെഡാൻ നല്ല പവർഫുള്ളായിട്ടൊരു വോക്സ്വാഗൺ സെഡാൻ, ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ്. ബാക്ക് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നല്ല സ്മോക്ഡ് തീമായിട്ടുള്ളൊരു ടെയിൽ ലാമ്പ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തൊട്ടതായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ യൂണിറ്റ് നല്ല അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതും എന്തുകൊണ്ടും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലറും ഒരു ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. സ്പോയിലർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. BMൻ്റെ M4 എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ M4 M3 നമ്മളെല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു സ്പോയിലറാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇൻബിൽട്ടായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടൊരു സ്പോയിലർ തന്നെയാണ്. കാർബൺ ഫൈബർ അല്ല, നോർമലി വരുന്ന സ്പോയിലറാണ്. ചിലരൊക്കെ ഇത് മാറിയിട്ട് കാർബൺ ഫൈബർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് ഇതിൽ കൂടുതലും ചേരുന്നത്. ഇറ്റ്സ് ഗുഡ് അല്ലേ? ആ ടെയിൽ ലാമ്പ്സ് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ടെയിൽ ലാമ്പ്സിൻ്റെ അകത്തും ചെറിയൊരു ക്രോമിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്നാലും കാണാനൊക്കെ വളരെ ഭംഗിയാണ്. നല്ല എലഗൻസ് തോന്നിക്കുന്നുണ്ട്. ഉണ്ടോ? സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ്സ് ആണ്. തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും ബാക്ക് ബമ്പേഴ്സിൻ്റെ യൂണിറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാക്ക് സെൻസർ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതിന് താഴെ തന്നെ നമുക്ക് വീണ്ടും ഒരു ക്രോമിൻ്റെ ഒരു ഫിനിഷും കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ റിഫ്ലക്റ്റിംഗ് ലൈറ്റിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതും എന്തുകൊണ്ടും അടിപൊളിയാണ്. ഒരു സ്പോർട്ടീനെസ് അതിൽ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ആ ഒരു
കണ്ടില്ലേ, ഈ ഒരു ക്രോമിനകത്ത്, ചെറിയൊരു ക്രോമിനകത്താണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. സോ എന്തുകൊണ്ടും ഒരു പെർഫെക്ഷൻ ഈ വാഹനത്തിന് എല്ലാ സൈഡിലും ഒരു പെർഫെക്ഷൻ, നല്ല അടിപൊളി പക്ക പെർഫെക്ഷൻ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു ജർമ്മൻ ടെക്നോളജി ആയിട്ടുള്ള വാഹനമാണ്. സോ അതുകൊണ്ട് നമുക്ക് എവിടെയും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. റോഡ് പ്രസൻസ് ഒക്കെ അടിപൊളിയാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും വിക്ടേഴ്സ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ് ഫോർ മീ, നോട്ട് ഫോർ മീ, ഫോർ എവരി വൺ. ഇതാണ് വിക്ടേഴ്സിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈലായിട്ട് വരുന്നത്. ഇവിടെ കുറച്ച് സ്ഥലപരിമിതിയേ ഉള്ളൂ, സൗണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. വീട്ടിലേക്ക് പോവാം. വീട്ടിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു കണ്ടില്ലേ, ഇത്രയാണ് ഇതിന് ബാക്ക് പ്രൊഫൈൽ വരുന്നത്. കറക്റ്റായിട്ട് നമുക്കൊരു ഫ്രണ്ടിൽ കണ്ട അതേ സ്മോക്ക്ഡായിട്ടുള്ള ലോഗോ നമുക്ക് പുറകിലും കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോൾ ഒരു വിക്ടേഴ്സിൻ്റെ ഒരു ലോഗോ, അത്യാവശ്യം അടിപൊളിയായിട്ട് നല്ല വൈഡായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വിക്ടേഴ്സിൻ്റെ ഒരു ലോഗോ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് GT എന്ന ബ്രാൻഡിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗ്രാൻഡ് ടൂറിസ്മോ എന്ന ബ്രാൻഡിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ബൂട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് വൺ ടച്ച് ആണ്. വൺ ടച്ച് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളും. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. 521 ലിറ്റേഴ്സാണ് ഇതിൻ്റെ നോർമൽ ബൂട്ട് സ്പേസ് വരുന്നത്. ഇതിന് പറയുമ്പോൾ ഈ ബൂട്ട് സ്പേസിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം ഈ വരുന്ന 2 സീറ്റ് നമുക്ക് 60/40 ഫോൾഡബിൾ ആണ്. ഫോൾഡബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് 1050 ടോട്ടൽ വരുന്നുണ്ട്. 1050 ടോട്ടൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. സെഗ്മെൻറ്റ് ബേസ് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് വരുന്ന വാഹനമായിട്ട് എനിക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയും. കാരണം ഞാൻ മറ്റു ബ്രാൻഡുകളിലൊന്നും കണ്ടിട്ടില്ല. പുറകിലത്തെ സെഡാൻ വാഹനങ്ങളിലാണ് പുറകിലത്തെ സീറ്റിങ് 60/40 ഫോൾഡബിൾ ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇൻ കേസ് നിങ്ങളാണ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കതിൽ കൂടെ ഒരു അറിവും ചെറുതല്ലല്ലോ, അപ്പോൾ അറിയുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമുക്കിതിൻ്റെ സ്പെയർ വീൽ ചെയ്തേക്കുന്നില്ലേ, ഇതിനടിയിലായിട്ടാണ് സ്പെയർ വീൽ ചെയ്തേക്കുന്നത്. സൗണ്ടിന് നോർമലി വരുന്ന ചില വാഹനമൊക്കെ ഞാനിവിടെ അടിയിലായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇവിടെയാണ് കൊടുത്തേക്കുന്ന സൗണ്ട്. അത് നല്ല വൃത്തിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് കണ്ടില്ലേ, ഇതൊരു ആംപ്ലിഫയറാണ്, സബ്ബൂഫറാണ്. സബ്ബൂഫറും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഈ സബ്ബൂഫർ സ്പെയർ വീലിൻ്റെ നടുക്കായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ക്രമീകരിച്ചുകൊണ്ട് ഇവിടുത്തെ സ്പേസോ കാര്യത്തിനോ ഒരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. വൺ ടച്ച് ഓപ്പൺ ആണെങ്കിലും ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുവൽ തന്നെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ക്ലോസ് ചെയ്യുന്ന നമ്മൾ മാനുവൽ തന്നെ ക്ലോസ് ചെയ്യണം. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഫ്യൂൽ ടാങ്ക് ഓപ്പണിംഗ് ഒക്കെ നമുക്ക് ഇവിടെയാണ് വരുന്നത്, റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതും വൺ ടച്ച് ഓപ്പണാണ്. വാഹനം അൺലോക്ക് ആയിരുന്നാൽ മാത്രമേ വൺ ടച്ച് ഓപ്പണിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നോർമലി വരുന്ന പോലെ നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്ത് വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, അത്രയാണ് ഇതിൽ വരുന്നത്. ഇത്രയേ വരുന്നുള്ളൂ. ഇത്തിരി ക്ലോസ് ആയി. നോർമലി മറ്റു വാഹനങ്ങൾ പോലെ നമ്മളിങ്ങനെ കറക്കി എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ബൈക്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അത്രയാണ് ഇതിൽ വരുന്നത്. ക്ലോസ് ചെയ്യാനും അങ്ങനെ. ഇപ്പോൾ ഈ വാഹനം ഇത് ലോക്കിലാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തുറക്കണമെങ്കിൽ വാഹനം അൺലോക്കിലായിരിക്കണം. ഇതിനു വേണ്ടി പ്രത്യേകം സ്വിച്ചോ അല്ലെങ്കിൽ ബൂട്ട് തുറക്കുന്നതിന് വേണ്ടി പ്രത്യേകം ലിവറോ കാര്യങ്ങളൊന്നും നോർമൽ വാഹനം വരുന്ന പോലെ ഇതിൽ വരുന്നില്ല. കാരണം ഇതിൻ്റെ എല്ലാ സ്വിച്ചും വരുന്നത് നോർമലി വരുന്ന നമ്മുടെ ഈ ഒരു ഭാഗത്താണ്. ഈ ലോക്ക് അൺലോക്ക് സ്വിച്ചിലാണ് ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ പുറകിലത്തെ സീറ്റ്, അതായത് ബാക്ക് സീറ്റ് പ്രൊഫൈലിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. വോക്സ്വാഗനൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം ആ ഒരു ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ഞാനൊന്ന് അടച്ച് കാണിച്ചു തരാം. കണ്ടോ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്കിത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും നമുക്കിത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതുവരെ വോക്സ്വാഗനിൽ ഈ വിക്ടേഴ്സ് ഓടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഫൺ ടു ഡ്രൈവ് ആണ്. വോക്സ്വാഗൻ്റെ DN എന്ന് പറയുന്നത് BSF എന്നാണ്. ബിൽഡ് ക്വാളിറ്റി, സേഫ്, ഫൺ ടു ഡ്രൈവ്. ഇപ്പോൾ ആ ഫൺ ടു ഡ്രൈവ് നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആ നമ്പറിലേക്ക് വിളിക്കുക. മാക്സിമം ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, നമുക്കപ്പോൾ പുറകിലോട്ട് കയറി നോക്കാം. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. കാരണം കണ്ടോ, എൻ്റെ ഈ കാല് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഈ സീറ്റ് ഇപ്പോൾ ഏറ്റവും പുറകിലാണെന്ന് തോന്നുന്നു. ഏറ്റവും പുറകിലോട്ടാക്കിയിട്ട് വരാം. ഇപ്പോൾ ഈ സീറ്റ്, ഡ്രൈവർ സീറ്റ് ഏറ്റവും പുറകിലോട്ട് ഞാൻ നീക്കിയിട്ടേക്കുക. എന്നിട്ടും എൻ്റെ 5 വിരലിലും ഇനി കുറച്ചുകൂടി ഇത്രയും വരുന്നുണ്ടോ, ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. അതുപോലെ നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്. കാല് നല്ല നിവർത്തി വെച്ച് പോകാൻ പറ്റുന്നൊരിതാണ്. അതുപോലെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. പുറകിലൊരു ആംബ്രസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സാണ്. ആംബ്രസ്റ്റും വരുന്നുണ്ട്. നല്ല കംഫോർട്ടായിട്ട് പോകാം. എത്ര ലോങ് വേണമെങ്കിലും നല്ല കംഫോർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാന്നുള്ളതാണ് വോക്സ്വാഗൻ വിക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടില്ലേ. പിന്നെ മാത്രമല്ല, പുറകിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ 3 ഹെഡ് റെസ്റ്റ്, ഈ 3 ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. എൻ്റെ അമ്മേ, നല്ല ഹാർഡ്.
3 ഹെഡ് റെസ്റ്റ് എന്നാൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് വരുന്നത്. 3 സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. 3 സീറ്റ് ബെൽറ്റാണ്, 3 പിൻ സീറ്റ് ബെൽറ്റാണ് വരുന്നത്. 1 2 3 3 സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഒരു LED ഹാലജനാണ് ഇതിൽ. 2 ലൈറ്റ് വരുന്നുണ്ട്. നൈസ്, അതും കൊള്ളാം. ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ആംബ്രസ്റ്റ് മടക്കി വെച്ചാലും നടുക്കിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. നടുക്കിരുന്നാലും നമുക്ക് കറക്റ്റൊരു യാത്ര പോകാന്നുള്ളതാണ്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പുറകിലത്തെ പ്രൊഫൈലും അടിപൊളിയാണ്. ലോങ് പോകാൻ സമയത്തൊക്കെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് വോക്സ്വാഗൺ വിർട്ടസിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഇതൊരു സെഡാൻ വാഹനമാണ്. സൗണ്ടിന് കംഫർട്ട് അധികമായിരിക്കും. എന്നിരുന്നാൽ പോലും എനിക്ക് മറ്റു സെഡാനുകളെ അപേക്ഷിച്ച് വിർട്ടസിന് കുറച്ച് പോയിൻറ്റ്സ് കൂടുതൽ കൊടുക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങളൊന്ന് ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുക, വാഹനം ടച്ച് ആൻഡ് ഫീൽ ചെയ്തതിന് ശേഷം മാത്രം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. കാരണം ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലോ. സോ ജസ്റ്റ് ഒന്ന് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തുള്ള ഷോറൂമിൽ പോവുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആളെ വിളിക്കുക, എൻക്വയറി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ഇതിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. കണ്ടോ ആ ഒരു ലോക്ക് അൺലോക്ക് ബട്ടൺ കണ്ടോ, നമ്മുടെ ആ ഡോർ ലോക്കൊക്കെ ചെയ്യുന്നത്, അത് ഒരു പ്രീമിയം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. സെയിം അതേ ഫീച്ചേഴ്സ് ഇപ്പുറത്തെ ഡോറിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ഒന്ന് കയറി വെക്കാം. ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതായത് കണ്ടോ ഫോക്സ്വാഗൺ ഈ ഒരു ബാഡ്ജിങ് അപ്പർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഫോക്സ്വാഗൺ എന്ന ബ്രാൻഡിങ് ഒട്ടുമിക്ക സ്ഥലത്തും ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും. GT എന്ന ബാഡ്ജിങ് കാണാൻ കഴിയുന്ന പോലെ ഇപ്പോൾ ഫോക്സ്വാഗൺ എന്ന ബ്രാൻഡിങ്ങും ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും. കൊള്ളാമല്ലേ? ഇതാണ് ഫോക്സ്വാഗൺ വിർട്ടസ് എന്ന വാഹനത്തിൻ്റെ കോക്ക്പിറ്റ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പ്രത്യേകത നോക്കുന്നത് നമുക്ക് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കഴിയുന്നത്. നമുക്ക് സ്ലൈഡ് വരുന്നുണ്ട്, ഫോർവേഡ് വരുന്നുണ്ട്, ബാക്ക്വേഡ് വരുന്നുണ്ട്, റിക്ലൈൻ സീറ്റ് ഹൈറ്റും വരുന്നുണ്ട് അല്ലേ. വാവ്, നൈസ്. ഇതാണ് ഫോക്സ്വാഗൺ വിർട്ടസ് എന്ന വാഹനത്തിൻ്റെ കോക്ക്പിറ്റ് വരുന്നത്, ഡ്രൈവർ സൈഡ് കോക്ക്പിറ്റ് വരുന്നത്. ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ടാക്കോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് നമുക്ക് 3 രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്കൊരു സ്പോർട്ടി മോഡാണ് കാണിച്ചിരുന്നത്. കാരണം ഈ സൈഡിലൊരു നമ്മുടെ ഗിയർ ഇൻഡിക്കേഷനും ഈ സൈഡിൽ ഡ്രൈവർ ഹിസ്റ്ററിയും സെൻട്രലായിട്ട് സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ ഈ വ്യൂ എന്ന ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടാക്കോമീറ്ററാണ് വരുന്നത്. അതായത് സ്പീഡ് സെൻസിങ്ങും നടുക്ക് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെന്നും, തൊട്ട് താഴെയായിട്ട് ആ ഒരു P എന്ന ഭാഗത്ത് നമ്മളിപ്പോൾ വാഹനം പാർക്കിങ്ങിലാണ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നീ വാഹനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് നമുക്ക് അതറിയാൻ പറ്റും. ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ ആ ടാക്കോമീറ്റർ മാറി ഒരു RPM മീറ്ററിലേക്ക് മാറാൻ കഴിയും, മാറുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് അവിടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ, പുറത്തെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. താഴെയായിട്ട് എത്ര കിലോമീറ്റർ, ഇനി ഫ്യൂൽ കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഓടും എന്ന കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എൻജിൻ്റെ സ്പെക്ക്, ഫ്യൂൽ ടാങ്കിൻ്റെയൊക്കെ ലെവൽ കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ നോർമലി വരുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു തീമാണ്. കാരണം ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്പോർട്ടിനെസ് നമുക്ക് തരുന്നുണ്ട്. എന്തുകൊണ്ടോ ഈ വാഹനം കാണുമ്പോൾ എനിക്ക് എല്ലായിടത്തും സ്പോർട്ടി ഫീൽ തരാനാണ് എനിക്കിഷ്ടം. അടിപൊളിയാണ്. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലെതർ റാപ്റ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്ലസ്റ്റർ സെറ്റിങ്സ് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സൈഡിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം. അതായത് നമ്മുടെ നോ ഡിസ്പ്ലേ, ഡ്രൈവിംഗ് ഡേറ്റ, ഡിസ്റ്റൻസ്, ടൈം, ആവറേജ് സ്പീഡ്, ഓഡിയോ, ടെലിഫോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്. ഇപ്പോൾ ഡ്രൈവിംഗ് ഡേറ്റയാണ് ഇപ്പുറത്തേക്ക് വരുന്നത്, മൈലേജ് കാര്യങ്ങളൊക്കെ. അടുത്ത് ഈ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഏതൊക്കെയാണ്, ഇപ്പോൾ ഗിയർ ഡിസ്പ്ലേ ആണോ, അല്ലെങ്കിൽ ഓയിൽ ടെമ്പറേച്ചർ ആണോ സെറ്റിങ്സ്, അല്ലെങ്കിൽ എക്കോണമി, ആവറേജ്, ഗിയർ ഡിസ്പ്ലേ മതി, അതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. കണ്ടില്ലേ, അടിപൊളിയാണ്. അതാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഇവിടെ ആയിരിക്കും വരുന്നത്. ഇത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനും ഇത് നെക്സ്റ്റ് ചാനലോ അല്ലെങ്കിൽ നെക്സ്റ്റ് സോങ്ങോ ചെയ്യാനുള്ള ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. നടുക്കായിട്ട് ഹോണും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്, നോർമലി വരുന്ന ഹോണാണ്. മാത്രമല്ല ഒരു മാറ്റ് ഫിനിഷിങ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ, മാറ്റ് ക്രോമിൻ്റെ ഒരു ഫിനിഷ്, അത് അടിപൊളിയാണ്. ഈ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ചൊരു
ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നല്ല ലെതർ റാപ്പ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റിയറിംഗ് ആണ്. പുറകിലായിട്ട് നമുക്കൊരു പാഡ് ഷിഫ്റ്റേഴ്സ് കാണാൻ പറ്റും. മൈനസ് ഇവിടെയാണ്, അപ്പായിട്ട് ഇവിടെയും വരുന്നുണ്ട്, പാഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പുറകിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ, കാരണം ഇതൊരു ജർമ്മൻ ടെക്നോളജി ആയിട്ടുള്ള വാഹനമാണ്. ജർമ്മൻ ടെക്നോളജി ഏത് വാഹനം നോക്കിയാൽ നമുക്ക് ലൈറ്റ്സിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും. വൈപ്പ്, അതിൻ്റെ വാഷർ, അതിൻ്റെ കൺട്രോൾസ് എല്ലാം റൈറ്റ് സൈഡിലായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റബിൾ ആണ്. ഈ സൈഡിൽ ഈ ഒരു ലോക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ലോക്ക് നമുക്ക് താഴോട്ടാക്കി കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് നമുക്ക് റീച്ച് ആവുന്നുണ്ട്, ടിൽറ്റും വരുന്നുണ്ട്. കണ്ടോ, ടിൽറ്റും റീച്ചും നമുക്ക് ഇതിൽ അഡ്ജസ്റ്റബിൾ ആണ്. നൈസ്. ഇൻഫോടൈൻമെൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും 10 ഇഞ്ച് നല്ല അടിപൊളി ഡിസ്പ്ലേ ആണെന്ന് നമുക്ക്. ഈ ഡിസ്പ്ലേ ഞാൻ അടിപൊളിയാണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് ആണ്. അതായത് ഞാൻ ഫാൻ സ്പീഡൊന്ന് കുറയ്ക്കട്ടെ. ഓക്കെ, വെൽക്കം ടു വോക്സ്വാഗൺ GT. ആ ഒരു GT എന്നൊരു ബ്രാൻഡ് ഞാൻ പറഞ്ഞില്ലേ, എവിടെയൊക്കെ നോക്കിയാലും നമ്മൾ GT ആണ് ഓടിക്കുന്നത് എന്ന വാഹനം നമുക്ക് തന്നെ പറഞ്ഞു തരും. അതെനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ എൻ്റെ ആ ടച്ച് റെസ്പോൺസ് കാണിച്ചു തരാം. സ്വൈപ്പ് അൺലോക്ക് കണ്ടോ, ഒരു ഫോൺ നമ്മൾ എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് അത്ര അടിപൊളിയായിട്ട് നമുക്കിതിൻ്റെ ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വോളിയം ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതിൽ വരുമ്പോൾ നോർമലി 4 സ്പീക്കറും 4 ട്യൂട്ടേഴ്സാണ് വരുന്നത്. 8 സ്പീക്കേഴ്സും ഒരു സബ് ഊഫറാണ് വരുന്നത്. ഞാൻ എൻ്റെ വോളിയം ഒന്ന് കേൾപ്പിച്ചു തരാം. ഇഷ്ടം കൂടി എൻ്റെ മോനെ, അടിപൊളിയല്ലേ. എനിക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. തൊട്ട് താഴേക്ക് വരുമ്പോൾ നമ്മുടെ AC വെൻസും കാണാൻ, നോർമലി വന്ന AC വെൻസും കാണാനൊക്കെയാണ്. പിന്നെ പറയാനുള്ളൊരു എടുത്തു പറയാനുള്ള കാര്യം, ഇതിപ്പോൾ ഒരു റെഡ് കളർ വാഹനമാണ്. ഈ റെഡ് കളർ വാഹനം നിങ്ങൾക്ക് ഇവിടെയും കാണാൻ കഴിയും. ഇതിന് ചുറ്റും, അതായത് നമ്മൾ ഫ്രണ്ടിൽ ആ ലോഗോയ്ക്ക് ചുറ്റും എങ്ങനെയാണോ ആ ഒരു ക്രോം ഫിനിഷ് പോയിക്കുന്നത്, അതുപോലെ ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് ആ റെഡ് ഇങ്ങനെ തുടങ്ങി ഇവിടെ കൂടെ കയറി കണ്ടോ ഇവിടെ എത്തി. ഇവിടെ നിന്ന് അടുത്ത് സ്റ്റിയറിങ്ങിൻ്റെ അവിടുത്തെ വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങി പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ കൂടെ പോയി തിരിച്ചവിടെ എത്തും. ആ ഒരു റെഡ് തീം ഇവിടെയും കവേർഡായിട്ട് വരുന്നുണ്ട്, അടിപൊളിയായിട്ട് കവേർഡായിട്ട് വരുന്നുണ്ട്. സൂപ്പർ അല്ലേ. ഹെഡ് ലാമ്പ്സിൻ്റെ യൂണിറ്റ്സ് ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. പറയാം, ഓട്ടോ ഹെഡ് ലാമ്പ്സിൻ്റെ യൂണിറ്റ്സ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഓട്ടോ വരുന്നുണ്ട്, നോർമലി അല്ലാത്ത കൺട്രോൾസ് കാര്യങ്ങളുണ്ട്. ഇതൊന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം പുള്ളി ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പുള്ളി നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു ഫോഗ് ലാമ്പ് കാണാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണാൻ പറ്റും. ഒന്നുകൂടെ പുള്ളി ചെയ്താൽ പുറകിലത്തെ ഫോഗ് ലാമ്പും നമുക്കൊന്ന് ഓണാക്കാൻ പറ്റും. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇത് ലൈറ്റ്സിൻ്റെ ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ കണ്ടോ. ഗുഡ്. പിന്നെ AC യൂണിറ്റ്സ് ഞാൻ പറഞ്ഞാൽ AC യൂണിറ്റ്സ് ഇവിടെയാണ് വരുന്നത്. 2 അടിപൊളി പെട്ടെന്ന് കൂളിങ്ങിലൂടെ AC യൂണിറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. തൊട്ട് താഴായിട്ട് AC കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്കൊരു സ്വൈപ്പിംഗ് ആണ്, ടച്ച് ഫീലാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. ഒരു ടച്ച് ആയിട്ടുള്ളൊരു ഇത് AC കൂളിങ്ങിൻ്റെ ടെമ്പറേച്ചറിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഫാനിൻ്റെ കൺട്രോളാണ് വരുന്നത്. കണ്ടോ, ഈ ചൂടത്ത് ഇപ്പോൾ ഓഫായി. ഈ ചൂടത്ത് AC ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. തൊട്ടതായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ സ്റ്റോറേജ് സ്പേസ് നമുക്ക് വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. വയർലെസ് ചാർജർ നമുക്ക് വയർലെസ് ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ നമുക്ക് ഇതിൽ വയർലെസ് ചാർജർ കാണാൻ കഴിയുന്നുണ്ട്. വയർലെസ് ചാർജർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് തൊട്ട് മുകളിലായിട്ട് 2 C ടൈപ്സ് ചാർജറും നമുക്ക് എടുക്കാൻ പറ്റും. C ടൈപ്പിൻ്റെ ഒരു ചാർജറും വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. കണ്ടോ, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ് തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. അടുത്തായിട്ട് ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഇതിൽ 3 എണ്ണം ഫംഗ്ഷനും 3 എണ്ണം നോൺ ഫംഗ്ഷനുമാണ്. അതായത് ഒരെണ്ണം ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് B2B ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു 3 സെക്കൻഡ് വാഹനം ഹോൾഡ് ചെയ്യണമെങ്കിൽ വാഹനം തന്നെ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് എൻജിൻ കട്ടാവും. AC കട്ടാവും. AC ബ്ലോവർ മാത്രമായിരിക്കും വർക്കിംഗ് ആവുന്നത്. അപ്പോൾ കൂളിങ്ങൊക്കെ നമുക്ക് അടിപൊളി അതേ കിട്ടിയിരുന്ന കൂളിംഗ് ആയിരിക്കും വരുന്നത്. ബ്ലോവർ മാത്രമായിരിക്കും വർക്കിംഗ്. സോ അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ.
അടുത്ത് നമുക്ക് വാഹനം ഓണാക്കാൻ വേണ്ടി വീണ്ടും എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്സിലേറ്ററോ ബ്രേക്കോ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി, വാഹനം തിരിച്ച് ഓൺ ആയിക്കോളും. ആ ഒരു ഇതുകൊണ്ട് താഴത്തെ രണ്ടെണ്ണം ഡമ്മി ബട്ടൺസ് ആണ്, ഒന്നും വരുന്നില്ല. അതിന് തൊട്ടതായിട്ട് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. അടുത്ത് തൊട്ടതായിട്ടും ഒന്നും വരുന്നില്ല, ഡമ്മി ബട്ടൺസ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ബാർ ലൈറ്റോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കുന്ന ലൈറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ച് നമുക്കിവിടെ ക്രമീകരിക്കാം. അത് ക്രമീകരിക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരും. സോ അതുകൊണ്ടൊന്നും നല്ലതാണെങ്കിൽ തോന്നുന്നില്ല. എനിവേ തൊട്ടതായിട്ടൊരു 12 വാൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട്. ഉണ്ടോ, 12 വാൾട്ട് ചാർജിങ് സോക്കറ്റ്. അതിന് താഴെയായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് അത്യാവശ്യം വലിയൊരു കപ്പ് ഹോൾഡേഴ്സാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്, ഉണ്ടല്ലേ, നൈസ്. നോർമലി ഒരു കീ ആണ്. ലോക്ക്, ബൂട്ട്, അൺലോക്ക്, പിന്നെ ഫ്ലിപ്പ്. ഇത്രയും വരുന്നൊരു നോർമലി കീ ആണ് ഇത്രയും പവർഫുൾ ആയിട്ടൊരു വാഹനത്തിന് വരുന്നത്. അവിടെയും ഒരു വോക്സ് വാഗൻ്റെ ഒരു പുതിയ ഡാർക്ക് തീമായിട്ടുള്ളൊരു 3D ലോഗോ കാണാൻ കഴിയും. കണ്ടോ, നോർമലായിട്ടുള്ള ഹാൻഡ് ബ്രേക്കാണ് വോക്സ് വാഗൻ വിർട്ടസിന് നൽകിയിരിക്കുന്നത്. ആ ഒരു ബട്ടൺ ഒരു മാറ്റ് ഗ്രേ ഫിനിഷും നൽകിയിട്ടുണ്ട്. അതും കുറച്ച് അത്യാവശ്യം പ്രീമിയം ലുക്കിംഗ് ആണ്. എന്നാലും ഒരു ഇലക്ട്രിക് ബ്രേക്ക്, പാർക്കിംഗ് ബ്രേക്ക് ആവായിരുന്നു അല്ലേ ഈ ഭാഗത്തായിട്ട്. ഒരു ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുക്കാമായിരുന്നു, കുഴപ്പമില്ല. എന്നിരുന്നാലും ഇത് അടിപൊളിയാണ്. നമ്മളെ നിസാൻ GT-R വരെ ഇങ്ങനത്തെ ഇതാണ് കൊടുത്തേക്കുന്നത്. കുഴപ്പമില്ല, അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അടുത്ത് നമ്മുടെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് നമുക്ക് സ്ലൈഡബിൾ ആണ്, കണ്ടോ, സ്ലൈഡബിൾ ആണ്. മാത്രമല്ല ഇതിനകത്ത് ചെറിയൊരു പോക്കറ്റ് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് കൂൾഡ് അല്ല, നോർമലി വരുന്ന പോക്കറ്റ് സ്റ്റോറേജ് ആണ് വരുന്നത്. ആംബ്രസ്റ്റ് കൊള്ളാം, ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. നൈസ്. അടുത്ത എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗ്ലോ ബോക്സിനെ കുറിച്ചാണ്. അതായത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്, നല്ലൊരു വലിയൊരു ഗ്ലോ ബോക്സ് ആണ്. മാത്രമല്ല ഈ ഗ്ലോ ബോക്സിൽ കൂളിംഗ് ഫംഗ്ഷനും വരുന്നുണ്ട്, കണ്ടില്ലേ, ഇവിടെ കൂളിംഗ് ഫംഗ്ഷനും വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ലോങ് പോകുന്ന സമയത്ത് മെഡിസിൻസോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മളവിടെ കീപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഫ്രഷ്മെൻ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അടിപൊളിയല്ലേ, എന്തുകൊണ്ട് നൈസായിട്ടുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ സീറ്റൊക്കെ നല്ല ലെതറായിട്ടുള്ള സീറ്റാണ്, കണ്ടോ, അടിപൊളി നല്ല ലെതറായിട്ടുള്ള സീറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി, നല്ല തൈ സപ്പോർട്ടും നല്ല ലം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള സീറ്റാണ്. നമ്മൾ ഈ സീറ്റിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇറുകിയിരിക്കുന്ന പോലെ നമുക്കൊരു ഫീൽ നമുക്ക് തോന്നും. കാരണം സീറ്റ് നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, ആ ഒരു ഫീൽ നമുക്ക് തോന്നും. അതാണ് ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. എനിക്ക് എന്തുകൊണ്ടും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ്, നല്ല അടിപൊളി സീറ്റാണ്, ഗുഡ്. ഡ്രൈവർ സൈഡിലേക്ക് പോകുമ്പോൾ ഒരു സൺവൈസർ വരുന്നുണ്ട്. അതിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ, വാനിറ്റി മിറേഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കോ ഡ്രൈവർ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു വാനിറ്റി മിറേഴ്സും കൂടെ അതിൽ ആഡ് ആകുന്നുണ്ട്, കണ്ടോ, ഇത്രയേ വരുന്നുള്ളൂ. വാനിറ്റി മിറേഴ്സ്, വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അത്യാവശ്യം ഒരു സിംഗിൾ പാൻ ഒരു സൺറൂഫാണ് വരുന്നത്. സിംഗിൾ പാൻ സൺറൂഫാണ് വരുന്നത്. വൺ ടച്ച് സൺറൂഫാണ് വരുന്നത്, കണ്ടില്ലേ. ഈ സൺറൂഫിൽ പ്രത്യേകത ഉണ്ട്, ഇതിൽ ബൗൺസ് ബാക്ക് സിസ്റ്റം കൂടെ വരുന്നുണ്ട്. അതിപ്പോൾ സൺറൂഫ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്നിൽ അവിടെ ഇരുന്നാലും തട്ടി തിരിച്ചു പൊക്കോളും. സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അല്ലേ, സിംഗിൾ ടച്ചാണ് വരുന്നത്. കൊള്ളാം, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. സൺറൂഫ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ക്ലോസും ആവുമെങ്കിലും വൺ ടച്ചാണ് ആവുമെങ്കിലും ഈ ഒരു കർട്ടൻ ഇത് നമ്മൾ മാനുവലി തന്നെ ക്ലോസ് ചെയ്യണം. സൺറൂഫ് ഓപ്പൺ ആവുന്ന സമയത്ത് അതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളും, തിരിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിൽക്കും, അത് ഇങ്ങോട്ട് വരത്തില്ല. നീ ക്ലോസ് ചെയ്താൽ മതി, നീ അങ്ങനെ ഇപ്പോൾ മടിയനാകണ്ട എന്നൊരു തീമാണ് ഫോക്സ് വാഗൻ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ കർട്ടൻ മാത്രം നമ്മൾ തിരിച്ച് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അടിപൊളിയല്ലേ. ഇനി നമുക്ക് കാണേണ്ടത് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗത്തെയാണ്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അത് തുറക്കുന്ന ആ ഒരു ലിവറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്, കണ്ടോ. അതും നോർമലി ലിവർ അല്ലാതെ ഒരു പ്രീമിയം ഫിനിഷായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ ഭാഗം കണ്ടോ, ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്താൽ മതി. ഗുഡ്. നമുക്ക് അപ്പോൾ ഒന്ന് ഹൃദയഭാഗത്തെക്കുറിച്ചൊന്ന് കണ്ടിട്ട് വരാം. ബിൽഡ് ക്വാളിറ്റി എന്താണെന്ന് ഈ ഒരു ഹുഡി പിടിച്ച് നോക്കാൻ തന്നെ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി നോക്കുക. നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ആ സൗണ്ട് ഒന്ന് നോക്കി നോക്കുക, കണ്ടോ. ദാറ്റ് ഈസ് ഫോക്സ് വാഗൻ വിർട്ടസ്. അടിപൊളിയല്ലേ.
ഇതാണ് ഫോക്സ് വാഗൺ വേർട്ടസിൻ്റെ 1.5 GT വേർഷൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. ഇതൊരു 4 സിലിണ്ടർ വാഹനമാണ്. കണ്ടില്ലേ, എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അതിൻ്റെ ഒരു പാക്കിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. എല്ലാം നല്ല അടുക്കി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട്, നല്ല ഭംഗി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പവർ നോക്കുകയാണെങ്കിൽ ഇത് വരുമ്പോഴത്തേക്കും 1.5 TSI എഞ്ചിനാണ് വരുന്നത്. 1498 cc ആണ് വരുന്നത്. 1.5 ആണെങ്കിലും 1498 cc ആണ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് DSG ഗിയർ ബോക്സുമാണ് ഇതിൽ വരുന്നത്. പവർ നോക്കുകയാണെങ്കിൽ 150 PS-ഉം ടോർക്ക് നോക്കുകയാണെങ്കിൽ 150 Nm ടോർക്കും ആയിരിക്കും ഇതിൽ വരുന്നത്. 150 PS-ൽ 5000 to 6000 RPM-ലായിരിക്കും ഇതിൻ്റെ പവർ വരുന്നത്. ടോർക്കാണെങ്കിൽ 1600 മുതൽ 3500 വരെയായിരിക്കും ഇതിൻ്റെ ന്യൂട്ടൺ മീറ്ററിൽ RPM വരുന്നത്. അടിപൊളിയാണ് കേട്ടോ, എന്തുകൊണ്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ്. കണ്ടോ, ഇതായിരിക്കും ഇതിൻ്റെ ഈ ഹൃദയഭാഗം. നല്ല ജീവനുള്ള ഹൃദയഭാഗമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടോ, കാരണം കാർസ് ആർ ബെറ്റർ ദാൻ പീപ്പിൾ എന്നൊക്കെ ഞാൻ സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അടിപൊളിയല്ലേ, കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് വേർട്ടസിനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്ഷമിക്കുക. അതൊക്കെ നിങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വാഹനമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇസ്മി സൈനിങ് ഓഫ് വിഷ്ണു ഫ്രം JRS Vlogs. ഓക്കെ, ടാറ്റ ബൈ.